ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആപ്പിൾ iOS-ൽ നമ്മുടെ 18.3 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി iPhone 15 സീരീസിലാണ്, എൻ്റെ ഉള്ളത് iPhone 15 സീരീസാണ്. അപ്പോൾ ഞാൻ iPhone 15 സീരീസിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 1 GB സൈസിൻ്റെ ഓൾമോസ്റ്റ് 1 GB നമുക്ക് സൈസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റിൻ്റെ മോഡൽ നെയിം സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കാം. 22D63 എന്ന് പറഞ്ഞൊരു മോഡൽ നെയിമാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു പറഞ്ഞിട്ടുണ്ട്, സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ വിഷ്വൽ ഇന്റലിജൻസ് അലോങ് വിത്ത് അതർ ഹാൻഡ്സ്. അതായത് നമുക്ക് ഇത്രയും കാലം നമുക്ക് ആപ്പിൾ ഇന്റലിജൻസ് വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ട് എന്താ പറയുക ഡിസേബിൾ ആയിട്ടാണ് കിടക്കുന്നുണ്ടാവും സെറ്റിംഗ്സിൽ. പക്ഷേ ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആപ്പിൾ ഇന്റലിജൻസ് വേണ്ടാത്തവർക്കും ഇത് ആക്ച്വലി ഓൺ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതായത് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ എനേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും ആപ്പിൾ ഇന്റലിജൻസ്. അത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് പോയിട്ട് ഡിസേബിൾ ചെയ്യേണ്ടവരുണ്ട്. അതാണ് അവർ വന്നിരിക്കുന്ന ഒരു മെയിൻ സംഭവം. പിന്നെ കാൽക്കുലേറ്ററിൽ കുറേ എറേഴ്സും ബഗ്ഗും സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് കുറേ അല്ലറ ചില്ലറ പിന്നെ ഡാർക്ക് മോഡിൽ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്യൂരിറ്റി അപ്ഡേറ്റ് മെയിനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബഗ് ഫിക്സസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഇതിലൊരു ഒരു വലിയ കാര്യമുള്ള അപ്ഡേറ്റ് ഒന്നല്ല. നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വെക്കുക, അതായിരിക്കും ബെറ്റർ. എന്താ വെച്ചാൽ ഞാൻ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെക്കാൻ എടുത്ത് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഇത് ആദ്യം ചെയ്തപ്പോൾ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് റീബൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി റീബൂട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്ത് വന്നല്ലോ. അതിന് ശേഷം ഈ സാധനം സ്റ്റക്കായി. ഇത് ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഈ സാധനം ഇങ്ങനെ തന്നെ നിന്നു. അതായത് ഹോം പേജിൽ സ്റ്റക്കായിട്ട് നിന്നു. സാധനം അനങ്ങണ്ടാകുന്നില്ല. ഞാൻ വെച്ച് പെട്ടും ചോദിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പെട്ടും ചോദിച്ചു. എന്താ വെച്ചാൽ ആപ്പിളിൻ്റെ വാറണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമാണ്. എന്താ വെച്ചാൽ ഇവിടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്റർ ഒന്നും ഇല്ല, എല്ലാവരും ഏജൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ശരിക്കും പെട്ടെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഇങ്ങനെ തന്നെ നിന്നു. റീസ്റ്റാർട്ട് ആക്കാനും പറ്റുന്നില്ല. നമ്മൾ ഇത് റീസ്റ്റാർട്ട് ആക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്ത് നോക്കി, ഒന്നും നടക്കുന്നില്ല. ലാസ്റ്റ് ബാറ്ററി ഡേന അതൊന്നും നടക്കില്ല. എന്ന് വെച്ചാൽ ബാറ്ററിൻ്റെ ഫുള്ളായിരുന്നു. അപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒന്നും ചെയ്യാണ്ട് കുറച്ച് നേരം അവിടെ വെച്ച് ഞാൻ എൻ്റെ വർക്കിലേക്ക് കിടന്നപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ സാധനം എന്താ പറയുക ഡിസ്പ്ലേ ഓഫ് ആയി എടുക്കുന്നത്. അതുവരെ ഡിസ്പ്ലേ കത്തിന് ഓണായി എടുക്കുന്നത്, എല്ലാം സ്റ്റക്കായി നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സാധനം ഡിസ്പ്ലേ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് തോന്നിയിട്ടൊന്ന് ശരിയായിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഓക്കെയാണ്. അപ്പോൾ അപ്ഡേറ്റ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അപ്ഡേറ്റ് ഇറക്കുന്നത് ആപ്പിളാണ്, ഐഫോണാണ്. അപ്പോൾ നിങ്ങളുടെ ഐഫോൺ ഔട്ട് ഓഫ് വാറന്റി ഞാൻ സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മതി. എപ്പോൾ വേണമെങ്കിൽ പണി കിട്ടാം. എനിക്ക് ഓൾറെഡി എൻ്റെ iPhone 13 ഇതേപോലെ പണി കിട്ടിയിട്ടാണ് ഞാൻ iPhone 15ലേക്ക് മാറ്റിയത്. iPhone 13 ഞാൻ എന്നിട്ട് എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ മാറ്റിയത്. അത് ഞാൻ ഒഫീഷ്യൽ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ അത് 1.5 കൊല്ലം 1 year 3 months ആണ് അതിനുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ ഡിസ്പ്ലേ പണി കിട്ടി. ഗ്രീൻ ലൈൻ പോലത്തെ വൈറ്റ് സ്ക്രീൻ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ മാറ്റിയത്. അപ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, എല്ലാ ബ്രാൻഡിനും വരുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റൻഡ് ഇപ്പോൾ നിങ്ങൾ ഐഫോണൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും അവരുടെ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് വയ്ക്കുക കേട്ടോ, അത് മറക്കണ്ട. ഏത് ബ്രാൻഡായാലും എക്സ്റ്റൻഡ് വാറണ്ടി എടുത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് ഡിസ്പ്ലേ ഇഷ്യൂ എപ്പോൾ വേണമെങ്കിൽ വരാം ഔട്ട് ഓഫ് വാറണ്ടി. OnePlus ലേറ്റസ്റ്റ് ഇറങ്ങിയ ഡിവൈസുകൾക്ക് മാത്രം 13R ആണെങ്കിൽ നമുക്ക് അതിൽ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി ഡിസ്പ്ലേ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ പേടിക്കണ്ട. ബാക്കി എല്ലാം നമ്മൾ വാറണ്ടി ഔട്ട് ഓഫ് ആണെങ്കിൽ പേടിച്ചുകൊണ്ടിരിക്കണം. അതായത് ചക്കയിലും മാങ്ങയിലും ആപ്പിളായാലും എല്ലാം കണക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ആക്ച്വലി നോക്കിയപ്പോൾ എൻ്റെ ആപ്പിൾ വാച്ച് അൾട്രയ്ക്ക് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കി നമ്മുടെ iOS-ൽ മാത്രമേ വന്നിട്ടുള്ളൂ, വാച്ച് OS-ൽ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് മേജർ അപ്ഡേറ്റ് അല്ല. അപ്പോൾ 18.3ലേക്ക് ഞാൻ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണമെന്ന് എന്തായാലും ഞാൻ പറയില്ല. എന്താ വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. പറയുമ്പോൾ അത്യാവശ്യം സൈസും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാം. അത് മാത്രമേ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറയാനുള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതേ ഉള്ളൂ. വലിയ കാര്യമുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതാണ് മെയിനായിട്ട് പറയേണ്ട സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് അപ്പോൾ അടുത്ത കാണാം.